സിമ്പിളായിട്ടുള്ള ഒരു അവൽ തന്നെയാണ് കാണിക്കുന്നത്. ഇത് പാലൊഴിച്ചാണ് നനയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറു ചൂടുള്ള കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 കപ്പ് അവലാണ്. പിന്നെ 1 കപ്പ് തേങ്ങയുണ്ട്, 1 കപ്പ് തേങ്ങ, പഞ്ചസാര ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഇതിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാക്കാൻ ഞാൻ ഈ കുറച്ച് കിസ്മിസ് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഞാലിപ്പൂവൻ പഴവും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം 2 സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് പാലൊന്ന് തളിച്ചിട്ടിനെ കുതിർക്കുക, അവലൊന്ന് കുതിർക്കുക. പാല് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട കെട്ടിപ്പോകും. കുറേശ്ശെ വേണം, ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വേണം നനയ്ക്കാൻ. കുറച്ച് പാല് മതി, ഇത്ര അധികമൊന്നും വേണ്ട. ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ തേങ്ങ എടുക്കാം. തേങ്ങ ഏകദേശം 1 കപ്പുണ്ട്. 3 കപ്പ് അവലും ഉണ്ട്, 1 കപ്പ് തേങ്ങയുണ്ട്. ഈ സമയം മധുരം ഒന്ന് നോക്കിയിട്ട്, മധുരം പോരാ, കുറച്ച് പഞ്ചസാര, ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാരയുണ്ട്. അത് മുഴുവൻ വേണ്ട, 1/2 കപ്പ് പഞ്ചസാര മതിയാകും. ഇതെല്ലാം ഓരോരുത്തരുടെ മധുരം അനുസരിച്ചുള്ള ഇതിന് പഞ്ചസാര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ സമയം നമ്മൾ ഏലക്ക 3 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഏലക്ക പൊടി കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറുക. അതിനെ തട്ടിപ്പൊത്തി ഒന്ന് വെക്കുക. ഹലോ, നമ്മളത് മിനിറ്റിനിടെ നമ്മുടെ അവൽ നനച്ച് കഴിഞ്ഞു. അവൽ നനയ്ക്കാൻ എളുപ്പമാണ് വളരെ. പക്ഷേ ഇത് എപ്പോഴും വീട്ടിൽ നമുക്ക് ഉള്ള സാധനങ്ങളാണ്, പാലും അവലും പഞ്ചസാരയൊക്കെ. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ, അല്ലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.